ഡബ്ബിങ്ങിലാണ് ഒരുപാട് സമയം കൊടുത്തിട്ടുള്ളത്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏരിയയിൽ നിൽക്കുമ്പോഴും ഡബ്ബിങ്ങിൽ വേണമായിരുന്നു. ഷമി തിലകനെ ഒഴിവാക്കാൻ കഴിയാത്തൊരു സ്പേസ് ആയിരുന്നു. മറ്റ് സ്പേസുകളിൽ മറ്റുള്ളവരെ കണ്ടെത്താൻ കഴിയുമ്പോഴും ഈ വില്ലന്മാർക്കൊക്കെ ജീവൻ വെക്കാൻ വേണ്ടിയിട്ട് വേണമായിരുന്നു. അല്ല, അതിപ്പോൾ വളരെ ഈസി ആയിട്ട് പറയാവുന്നത് ലാസ്റ്റ് ഞാൻ ചെയ്ത ഒടിയനാണ്. അത് ഓക്കെ, ഞാൻ അതിലേക്ക് വന്നത് ചരിത്രം കിടക്കുന്നത് വേറെ പോട്ടെ, അതല്ല വിഷയം. ഞാൻ ആ ക്യാരക്ടറിനെ സമീപിച്ച രീതിയാണ്. അത് ആക്ച്വലി മറ്റൊരാൾ ചെയ്തിരുന്നതാണ് ആ വേഷം. അത് ചെയ്തപ്പോൾ അതിനകത്ത് പക്ക ആ സ്ക്രിപ്റ്റിലുള്ളത് അതുപോലെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ മോശം എന്നല്ല പറഞ്ഞു. പക്ഷേ ആ ക്യാരക്ടറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ സീനുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുള്ളി ഇങ്ങനെ പൗഡറൊക്കെ ഇട്ട് അങ്ങനെ ഒരു മേക്കപ്പ് ഒക്കെ ചെയ്ത് ഇറങ്ങി, അതാണ് പുള്ളിയുടെ ഇൻട്രൊഡക്ഷൻ. എന്താ ആദ്യം എല്ലാം വളരെ ടൈറ്റ് ക്ലോസിൽ മാത്രം ഫേസ് അവസാനം റിവീൽ ചെയ്യുന്നുള്ളൂ. അവിടെ ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്, ഇരയിമൻ തമ്പിയുടെ ആ പാട്ടില്ലേ, അതാണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ആ ക്യാരക്ടർ വ്യക്തമാണ്, ഇല്ലേ? അയാളെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ ആ വരി അത് ഞാൻ സജസ്റ്റ് ചെയ്തതാണ്, അല്ലാണ്ട് ശ്രീകുമാർ മേനോന്റെ ആരുടെയും ഇതല്ല. അത് ഇങ്ങനെ കാര്യം ഇയാള് അവിടെ എന്തെങ്കിലും ചേട്ടാ എന്തെങ്കിലും എഫക്റ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എഫക്റ്റ് കൊടുക്കാൻ എന്താ, അതൊരു ബോറല്ലേ? കാര്യം നമ്മൾ ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഫേസ് കാണിക്കുന്നില്ല. ഫേസ് കാണിക്കാൻ നമ്മളിപ്പോൾ എന്താണ് ഒരു മേക്കപ്പ് ചെയ്യുകയാണല്ലോ. ഇയാള് സ്ത്രീകള് ഇയാൾക്ക് ഭയങ്കര ഒരു ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ആണ് പോകാനും പോകുന്നത്. അയാളുടെ ഏറ്റവും ഇഷ്ടമുള്ള ആളാണ് മഞ്ജുവിനെ കാണാനായിട്ട് മഞ്ജുവിനെ അട്രാക്ട് ആ ഒരു രീതിയിൽ വളയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ അയാൾ നടക്കുന്നത് തന്നെ. അപ്പൊ ആ രീതിയിൽ അയാളുടെ ഉള്ളിൽ ഇപ്പോഴും മഞ്ജു എന്നുള്ള ഒരു ബോധമാണ് അയാളുടെ. അപ്പൊ ആ രീതിയിൽ ഞാൻ എൻ്റെ അടുത്ത് ക്യാരക്ടർ അങ്ങനെ ആദ്യം പറഞ്ഞു. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിങ്ങനെ മേക്കപ്പ് ചെയ്യാൻ ഇങ്ങനെയാണ് പാടുന്നത്, അല്ല ഒറിജിനലായിട്ടല്ല പാടുന്നത്, മനസ്സിലായില്ലേ? നമ്മൾ അങ്ങനെയല്ലേ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ വരുവുള്ളൂ പാട്ട്, അല്ലേ? നമ്മളൊരിക്കലും നമ്മള് മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഇങ്ങനെയൊക്കെയല്ലേ വരുന്നത്. ഇതാ നമ്മളിങ്ങനെയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ അച്ഛൻ എനിക്ക് തന്നിട്ടുള്ള ഒരു പാഠം എന്താണെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു അഭിനയത്തിൻ്റെ ഒരു ഫോർമുല എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യം നിനക്ക് ഇത്രയേ ഉള്ളൂ. ഇറ്റ്സ് വെരി സിമ്പിൾ. നിനക്കാണ് ഇങ്ങനെ ഒരു ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നത്, അതിനെ നീ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ അതിനെങ്ങനെ അഭിമുഖീകരിക്കും, അല്ലെങ്കിൽ അതിനോട് എങ്ങനെ നമ്മൾ പെരുമാറ്റങ്ങളും എല്ലാം അങ്ങനെയാണല്ലോ. അത് നീ എങ്ങനെ ചെയ്യും, അതങ്ങ് ചെയ്യുക. അതാണ് എനിക്കറിയാവുന്ന, നമ്മളിപ്പോൾ പറയാവുന്ന ഒരു ഫോർമുല, A+B² എന്നൊക്കെ പറയാവുന്ന രീതിയിൽ എൻ്റെ ഒരു ശൈലി എന്ന് പറയുന്നത്. അത് അച്ഛൻ്റെ ശൈലി അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതിനോട് സാമ്യം തോന്നും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ കണ്ട പണ്ടൊക്കെ ചെറുപ്പത്തിലെ ഈ ടീനേജ് സമയത്തൊക്കെ പ്രണയവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അന്നേരം നമ്മളിപ്പോൾ ഈ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ കക്കൂസിൽ അല്ലെങ്കിൽ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ആണെങ്കിൽ നമ്മൾ സോപ്പ് തേക്കുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെയൊക്കെ പാടുന്നുണ്ട്. എന്നാണ് ഞാനൊരു പണ്ട് പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ടൊക്കെ ഇങ്ങനെ എനിക്ക് പാട്ട് പാടുക, അത് കൂടുതലും ഞാൻ ബാത്റൂം സിംഗർ ആയിരുന്നു. അപ്പോൾ ഈ കുളിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പാട്ട്, ആ എൻ്റെ ഓർമ്മകൾ തന്നെയാണ് ഞാനവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അല്ല, അതിന് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയുണ്ടല്ലോ, പ്രകാശ് രാജ് സാറിൻ്റെ. അത് ഭയങ്കര തമിഴിലെ 1-2 ആർട്ടിസ്റ്റുകൾ അങ്ങനെ സ്റ്റൈലൈസ്ഡ് ആക്ടിങ് ഉള്ളത് വളരെ ചുരുക്കമാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട കക്ഷിയാണ്. പിന്നെ ഉണ്ടായിരുന്ന രഘുവരൻ സാറായിരുന്നു. രഘുവരൻ അങ്ങനെയാണ്. എനിക്കത് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലി എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ കമൽ സാറാണ്. കമൽ സാറിന് ഒരു ചെറിയ ഡയലോഗ് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, അത് ആർക്കും അറിഞ്ഞുകൂടാ.